3.9% വർധനവ്, 4% എന്ന് നമുക്ക് പറയാം. 19%, ഏകദേശം 20%-ത്തിനടുത്തേക്ക് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 9 മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, പക്ഷേ നിങ്ങൾ മുന്നേറ്റമുണ്ടാക്കിയ ഇടങ്ങളിലെല്ലാം നിങ്ങൾ രാഷ്ട്രീയാതീതമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു എന്നാണ് ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റായി ഉന്നയിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി താങ്കൾക്ക് പറയാം. അത് യഥാർത്ഥത്തിൽ BJP സ്വീകരിക്കാൻ പോകുന്നൊരു ശൈലിയാണോ? കാരണം ഇപ്പോൾ നോക്കൂ, നിങ്ങൾ കേരളത്തിലെ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെ വന്നിരിക്കുന്നൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രി സ്വാഭാവികമായും ശ്രീ ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരു ക്രിസ്തീയ വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ എപ്പൊളിറ്റിക്കലായ അരാഷ്ട്രീയമായ വ്യക്തിത്വത്തെ ഉപയോഗിക്കുക, മറുഭാഗത്ത് വളരെ കൃത്യമായി സാമുദായിക രാഷ്ട്രീയത്തെ തങ്ങൾക്കൊപ്പം നിർത്തുക. BJPയുടെ തന്ത്രം മാറുകയാണോ പുതിയ കാലഘട്ടത്തിൽ? ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ളതെല്ലാം നമ്മൾ അടച്ചുവെച്ച് പുതിയ മിത്രങ്ങളെ തേടുകയാണോ എന്നതാണ് ചോദ്യം. പ്രിയ സുഹൃത്ത് പ്രേംകുമാറിന്റെ ഒക്കെ ഒരു പ്രശ്നം, ഈ എന്തും രാഷ്ട്രീയത്തിൽ ഊന്നിന്നുകൊണ്ട് മാത്രമേ കേരളത്തിൽ സംഭവിക്കാൻ പാടുള്ളൂ എന്നൊരു ഇടതുപക്ഷ ശാഠ്യമാണ് ഉള്ളത്. പൊതുവെ കേരളത്തിലുള്ള ഇടതുപക്ഷക്കാർക്കും അല്ലെങ്കിൽ ഇടത് മാധ്യമപ്രവർത്തകർക്കും ഒക്കെ അവരുടെ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയാണ്. നമ്മൾ പരമ്പരാഗതമായി തുടർന്നു പോകുന്ന രീതിയാണ് മരണ വീട്ടിൽ രാഷ്ട്രീയം, കല്യാണത്തിന് രാഷ്ട്രീയം, പ്രസവ വീട്ടിൽ രാഷ്ട്രീയം, പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ചെവിയിൽ പോയി രാഷ്ട്രീയ മുദ്രാവാക്യം വിളിക്കുക, കല്യാണത്തിന് രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുക, പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ഉരുവിടുക, ലോക്കൽ സെക്രട്ടറി മാലെടുത്തു കൊടുക്കുക. ഇതൊക്കെയാണല്ലോ പൊതുവെ കേരളത്തിൽ നടന്നു വന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ തലമുറ മാറിയത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഇരിക്കുന്നത് കൊച്ചി നഗരത്തിലാണ്. ഇവിടെ പുറത്തിറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ഓർമ്മ പോലും പലപ്പോഴും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മുടെ പൊതുവെയുള്ള ജനങ്ങളുടെ ചിന്താഗതി മാറുകയാണ്. പ്രത്യേകിച്ച് യുവതലമുറയുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞു. എല്ലാത്തിലും രാഷ്ട്രീയം, എന്തിലും രാഷ്ട്രീയം വേണം, അരാഷ്ട്രീയത എന്തോ പാപമാണ് എന്ന രീതിയിലുള്ള ഇടതുപക്ഷ നെറേറ്റീവ് ഒന്നിനും ചെലവാകാൻ പോകുന്നില്ല. മറ്റൊന്ന്, മലയാളികളുടെ മസ്തിഷ്കത്തിന്റെ ഈ കുത്തകാവകാശം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് എന്നൊരു തോന്നൽ പ്രേംകുമാർ അടക്കമുള്ള പല ആളുകൾക്കും ഉണ്ട്, ഇടതുപക്ഷക്കാർക്ക് മുഴുവനുണ്ട്. അതെല്ലാം മാറിക്കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മലയാളിയുടെയും മസ്തിഷ്കത്തിന്റെ കുത്തവകാശം ഇല്ല. അല്ല എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരും തുടർച്ചയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു പോയാൽ മതിയല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള 5 വർഷം കൂടുമ്പോൾ അവരെ പ്രതിനിധീകരിക്കേണ്ട ആളുകളെ മാറ്റാനുള്ള ഒരു ഉപാധിയാണ്. അങ്ങനെ അവർ മാറ്റുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ BJPയെ തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഇവിടെയുണ്ട്, അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ BJPക്ക് അനുകൂലമായി കുറെ മലയാളികൾ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അയ്യോ ഇവിടെ എന്തോ അപകടം സംഭവിക്കുന്നു, ഇവിടെ അരാഷ്ട്രീയത വരുന്നേ എന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. BJPക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ ചെയ്തികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ്. രാഷ്ട്രീയമാണോ BJPയുടേത് എന്നാണ് പ്രേംകുമാർ ഉന്നയിച്ചത്. ഞാൻ പറയുന്നത് ഞങ്ങൾ ആധുനിക കാലത്തെ രാഷ്ട്രീയമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക് എന്താണോ ആവശ്യം, അവരുടെ ആസ്പിരേഷൻസ്, ആധുനിക കാലത്തെ രാഷ്ട്രീയമാണോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വന്ന് ലൂർദ് പള്ളിയിൽ പോയി കിരീടം വെച്ചു കൊടുക്കുന്നത് ആധുനികതയുടെ രാഷ്ട്രീയത്തിന്റെ ലക്ഷണമാണോ? തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു സ്ഥാനാർത്ഥി ഈ ദക്ഷിണ കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു സ്ഥാനാർത്ഥി ഈ തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുമ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിസരത്ത് മാത്രം ഇടപെട്ടുകൊണ്ട് പ്രസ്താവന നടത്തുന്നത്, അത് ആധുനികമായ രാഷ്ട്രീയത്തിന്റെ ലക്ഷണമല്ലല്ലോ. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച തിരുവനന്തപുരത്ത് നിന്ന് വന്ന സ്ഥാനാർത്ഥി വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ പോയി അവിടേക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ സാക്ഷിയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേ ഇറങ്ങാത്ത കാലത്ത് എയ്ഡ്സ് ബാധിച്ച കുട്ടികളെ ചേർത്ത് ഉമ്മ വെച്ചിട്ടുണ്ട്, കേരളത്തിന് മുഴുവൻ മാതൃകയായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ? വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവില്ലേ? പള്ളിയിൽ പോയി വഴിപാട് സമർപ്പിക്കണോ എന്നതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അവകാശമല്ല.